ഒരു സമുദായ സംഘടനയുടെ പ്രസക്തി, അതിൻ്റെ വളർച്ച, ഇതൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രമാണ്. ചരിത്രമറിയാത്ത ഒന്നിനും നിലനിൽപ്പില്ല. ചരിത്രം എന്നുള്ളത് വേരാണ്. ചരിത്രം ഇല്ലാതായാൽ, ചരിത്രം തമസ്കരിക്കപ്പെട്ടാൽ, ചരിത്രം മറന്നുപോയാൽ സ്വാഭാവികമായിട്ടും ഏത് വടവൃക്ഷവും അതിൻ്റെ കടപുഴകി വീഴുന്ന അവസ്ഥയിൽ തന്നെ നിലംപതിക്കുമെന്നതിന് സംശയമില്ല. നമുക്ക് അർത്ഥവത്തായ ഒരു ചരിത്രം ഉണ്ട് എന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. 106 വർഷങ്ങൾ പിന്നിടുന്ന മഹത്തായ ദാർശനികമായ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള അഭിമാനകരമായ അടിസ്ഥാനമുറപ്പിക്കാവുന്ന ഒരു സത്യം. സഭയ്ക്ക് ഒരു വലിയ ചരിത്രമുണ്ടല്ലോ. സഭയുടെ ചരിത്രം മറന്നു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്കും അസ്തിത്വമില്ലെന്നാകുന്നു. നമ്മളിവിടെയുള്ള സുറിയാനി കത്തോലിക്കർക്ക് 1-ാം നൂറ്റാണ്ട് മുതലുള്ളൊരു ചരിത്രമുണ്ട്. സഭയുടെ തുടക്കം മുതലുള്ളൊരു ചരിത്രം ഭാരതത്തിൻ്റെ മണ്ണിൽ തന്നെയുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ പരിശുദ്ധമായ പൈതൃകത്തിൽ ഊന്നിയ വലിയ ഒരു ചരിത്രം നമുക്കുണ്ടെന്ന കാര്യമാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളത്. സഭയുടെ 1-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രത്തിൻ്റെ നടപടികളിൽ എത്രയോ ചോരപ്പാടുകളുണ്ട്. എത്രയോ ശക്തരായ ധീരരായ രക്തസാക്ഷികളുടെ ചുടുനിണം വീണതിൻ്റെ കരുത്ത് നമുക്കുണ്ട്. ആ ചരിത്രത്തിലൂന്നിയ കരുത്തിൻ്റെ ശേഷിയാണ് തുടർന്നങ്ങോട്ടുള്ള നമ്മുടെ ജീവിത വഴികളെ ശക്തമായിട്ട് നയിക്കാൻ പര്യാപ്തമാകുന്നത്. ഒപ്പം സഭയോടൊപ്പം എന്നുമുള്ള കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യവും. അതുകൊണ്ട് ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു സമുദായ സംഘടന എന്ന നിലയിൽ ഇതിൻ്റെ മനോഹരമായ ചരിത്രം നമ്മൾ ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് അഭിമാനിക്കണം. ചരിത്രത്തോട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ് പാരമ്പര്യം. ചരിത്രം കൈമാറപ്പെടുന്നത് അതിൻ്റെ പരിശുദ്ധമായ പവിത്രമായ പാരമ്പര്യങ്ങളിലൂടെയാണ്. സഭയ്ക്കുണ്ട് ഒരു ചരിത്രത്തോട് ചേർന്ന് വരുന്ന പരിശുദ്ധമായ കൈമാറപ്പെടുന്ന ഒരു പാരമ്പര്യം. ആ പാരമ്പര്യങ്ങൾ തുടരുവാനുള്ളതാണ്. പാരമ്പര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്തയല്ല. പാരമ്പര്യങ്ങളെ പിന്തിരിപ്പനാക്കി മാറ്റുന്നത് അതിനകത്ത് വിഷം കലർത്തുമ്പോഴാണ്. പാരമ്പര്യങ്ങൾ മറ്റുള്ളവരെ ഇല്ലെന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ അത്തരം പാരമ്പര്യങ്ങൾ മാനുഷികമായി കൂട്ടിച്ചേർത്തുകൊണ്ട് സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് പിന്തിരിപ്പനായി മാറുന്നു, അത് ഒരു തിന്മയായി മാറുന്നു. പക്ഷേ പരിശുദ്ധമായ പവിത്രമായ വിശുദ്ധ പാരമ്പര്യങ്ങൾ സഭയ്ക്ക് എന്നുമുണ്ട്. അതെന്നും എക്കാലത്തും പരിശുദ്ധമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക വെളിപാടിൻ്റെ തന്നെ ഭാഗമാണ് എഴുതപ്പെട്ട ദൈവവചനവും കൈമാറപ്പെടുന്ന പവിത്രമായ പാരമ്പര്യങ്ങളും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സമുദായ സംഘടനയ്ക്കും അതിൻ്റെതായ പാരമ്പര്യങ്ങളുണ്ട്. അത് സഭയോട് ചേർന്ന് തന്നെ രൂപപ്പെട്ടു വന്ന ഒരു സമുദായ സംഘടന എന്ന നിലയിൽ സഭാത്മകമായ വ്യക്തിഗത സഭയുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു പരിശുദ്ധമായ പാരമ്പര്യമുണ്ട്. ഒപ്പം ഈ സംഘടന രൂപപ്പെട്ടു വന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള പാരമ്പര്യമുണ്ട്. അത്തരം പാരമ്പര്യങ്ങൾ കൈമാറപ്പെടേണ്ടതും ആവശ്യമാണ്. ഇതൊരു സംഘടനയെ ശക്തിപ്പെടുത്തുന്ന 2-ാമത്തെ ഘടകമാണ്. 3-ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഒരു ശരിയായ അവബോധമാണ്, സമുദായ ബോധമാണ്. സമുദായ ബോധമെന്ന് പറയുന്നതും അഭിമന്യ പിതാവും മുൻ പറഞ്ഞ പ്രസംഗകരുമൊക്കെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. സമുദായം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ആ ഒരു സമുദായമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നവനല്ല, ഒറ്റപ്പെടേണ്ടവനുമല്ല, മറിച്ച് ഒരുമിച്ച് നിൽക്കേണ്ടവനാണ്. എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കല്ല, ഈ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ഒരു സമുദായ ബോധം, അതിൻ്റെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും ഊന്നിയ ഒരു സമുദായ ബോധമാണ് നമുക്ക് ആവശ്യം. ഈ സമുദായ ബോധത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലപ്പോഴും വളരെ ബോധപൂർവം അതിനെ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ ഒരു വർഗീയതയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. അതൊരു മുതലെടുപ്പാണ്. വർഗീയതയും സമുദായ ബോധവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. കേൾക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇതൊക്കെ ഏതാണ്ട് ഒരുപോലല്ലേ എന്ന് വിചാരിച്ചു വെക്കാം. അതൊരു പിന്തിരിപ്പനാണെന്ന് അതിനെക്കുറിച്ച് പറയാനിടയുണ്ട്. പക്ഷേ രണ്ടും അജഗജാന്തരമാണ്, വലിയ വ്യത്യാസമുണ്ട്. സമുദായ ബോധം എന്ന് പറയുന്ന ഒരു സ്വത്വബോധമാണത്. അത് നമ്മളായിരിക്കുന്ന നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അഭിമാനപരമായ ഒരു ബോധമാണത്. അത് മറ്റുള്ളവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുവാനുള്ള സഹജമായ സന്നദ്ധതയാണ്. അത് അവരന് വേണ്ടി ത്യാഗം സഹിക്കുവാനുള്ള ഒരു പുറപ്പാടാണ്. ഈ സമുദായ ബോധത്തിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ 106 വർഷങ്ങൾ ഒരുമിച്ച് മുന്നേറിയത്.
അത്തരത്തിലൊരു സമുദായ ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നു. ഒപ്പം അതുപോലെ തന്നെ മറ്റുള്ള സമൂഹങ്ങളെയും സമുദായങ്ങളെയും നമ്മുടെ ഈ രാഷ്ട്ര സംവിധാനത്തെ തന്നെയും സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ സാഹസികമായി മുന്നിട്ടിറങ്ങുന്നു, സമരങ്ങൾ നയിക്കുന്നു. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഭാവനകൾ, ആതുര ശുശ്രൂഷ മേഖലയിലുള്ള സംഭാവനകൾ, അതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തന മേഖലയിലുള്ള നമ്മുടെ സംഭാവനകൾ, വ്യത്യസ്തമായ രീതികളിൽ വിവിധ തലങ്ങളിൽ നമ്മൾ ഈ കേരള സമൂഹത്തിനും ഭാരതത്തിനും നൽകിയിരിക്കുന്ന അതുല്യമായ സംഭാവനകളെ തമസ്കരിക്കാനായിട്ട് ആരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും, ഏതു രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി ശ്രമിച്ചാലും, ഏത് വർഗീയ കക്ഷികൾ അതിനുവേണ്ടി ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവില്ല എന്നുള്ളതിൻ്റെ തക്കതായ ഒരു താക്കീതാണ് ഇന്നിവിടെ സമ്മേളിച്ചൊരുക്കുന്ന ഈ സമ്മേളനമെന്ന് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും, നമുക്കെല്ലാം സാധിക്കും. ഈ സമ്മേളനം ഒരു സമയത്ത് തന്നെ താക്കീതുമാണ്, അതേസമയം തന്നെ ഇത് വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ചിത്രവും കൂടിയാണ്. ഇതൊരു താക്കീതാണ്. ആരെങ്കിലുമൊക്കെ നമ്മെ ഇല്ലെന്നാക്കാൻ ആഗ്രഹിച്ച് പുറപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു താക്കീതാണ്. രണ്ട്, ഇത് ഞങ്ങൾ ഒരുമിച്ച് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ചോരയും നീരും വില കൊടുത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മുന്നേറ്റമാണെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സാക്ഷ്യം കൂടിയാണ്. ഇത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ സമുദായത്തിൻ്റെ ശാക്തീകരണമാണ് ഈ സംഘടന വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ സമുദായം ശാക്തീകരിക്കപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എന്നാൽ നമുക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇന്ന് വളരെയധികം ഭിന്നമായി ചിന്തിക്കുകയും ഭിന്നിപ്പിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഇടിഞ്ഞ സംസ്കാരം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഭിന്നമായി ചിന്തിക്കുകയും ഭിന്നിപ്പിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്തമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഭിന്നമായി ചിന്തിക്കുന്നത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അതിനകത്തൊരു വലിയ അഹന്തയുണ്ട്, സ്വാർത്ഥമുണ്ട്, അപകടമുണ്ട്. അതുകൊണ്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ശ്രമിക്കുന്ന രാഷ്ട്രീയ താല്പര്യക്കാർ, വർഗീയ താല്പര്യക്കാർ, വ്യക്തിപരമായ സ്വാർത്ഥ ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ഒരു പരിസരം സമകാലിക കേരളത്തിൽ നിന്ന് വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. നമ്മളത് തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഭിന്നിപ്പിച്ചും ചരിത്ര വസ്തുതകളെ തമസ്കരിച്ചും കൊണ്ട് ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന, ആരെയെങ്കിലുമൊക്കെ അടിച്ചമർത്തി ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങൾ ബോധപൂർവം പലതരത്തിലും പലയിടങ്ങളിലും വർദ്ധമാനമാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതിരിക്കാൻ പാടില്ല. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ശാക്തീകരിക്കാൻ പറ്റുക. നമ്മൾ ശാക്തീകരിക്കപ്പെടുന്നത് ആർക്കും ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാവില്ല. കത്തോലിക്ക കോൺഗ്രസ് അതുപോലൊരു സംഘടനയാണ്. ഈ കത്തോലിക്ക സമുദായത്തിൻ്റെ ശാക്തീകരണം ആരുടെയും ശക്തി കുറയ്ക്കുകയില്ല. ഒരു സമുദായത്തിൻ്റെ ശക്തി കുറയ്ക്കില്ല. ഒരു നല്ല സംഘടനയുടെയും ശക്തി കുറയ്ക്കില്ല. തിന്മയുടെ ശക്തി കുറയ്ക്കും. തിന്മകൾക്കെതിരെ നമുക്ക് പോരാടാൻ പറ്റും. തിന്മകളും സ്വാർത്ഥവും അത്തരത്തിലുള്ള അപകടകരമായ ഭീഷണമായ സാഹചര്യങ്ങളും ഇല്ലെന്നാവും. പക്ഷേ എല്ലാ നന്മകളും പരിപോഷിപ്പിക്കപ്പെടണം. എല്ലാ സമുദായങ്ങളും പരിപോഷിപ്പിക്കപ്പെടണം. വിവിധങ്ങളായ മത കൂട്ടായ്മകളുണ്ട്, മത സൗഹാർദ്ദത്തിൻ്റെ വേദികളുണ്ട്. വ്യത്യസ്തമായ വിവിധങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും സംസ്കാരവും മതവും എല്ലാം ചേരുന്നതാണ് നമ്മുടെ ഭാരതവും നമ്മൾ ജീവിക്കുന്ന ഈ നാടുമെല്ലാം. അതൊക്കെ പരിപോഷിപ്പിക്കപ്പെടുവാൻ മാത്രമേ നമ്മുടെ ശാക്തീകരണം കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന ഈ സംഘടന ശാക്തീകരിക്കപ്പെടണമെന്നുള്ള നിർബന്ധം ഇവിടെ സന്നിഹിതമായിരിക്കുന്ന എല്ലാവരിലും ഉണ്ട്. അതുണ്ടാവുകയും വേണം. അങ്ങനെ ശാക്തീകരിക്കപ്പെട്ട ഒരു കത്തോലിക്ക കോൺഗ്രസ് തീർച്ചയായിട്ടും മുന്നേറേണ്ടത് ആവശ്യമാണ്.